ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധിയേ വാസിഷ്ഠായ നമോ നമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗംഗണപതേ നമ. സംസരസ്വത്യേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമപാദഭക്തി കൊണ്ട് ശുദ്ധാത്മാവായ ശാരിക പൈതലേ നീ ചൊല്ലടോ രാമായണം. ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും നല്ല സൽക്കഥ ഇത് കല്യാണപ്രദമല്ലോ. ഉത്തര രാമായണം വാൽമീകി മുനി പ്രോക്തം ഉത്തമമിതം മുക്തി സാധനം പരം. ഹരേ രാമ 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 ഹരേ ഹരേ. ഉത്തരാമായണത്തിലെ ഇന്ദ്രമോചനം. പുഷ്കര സംഭവൻ ചെന്ന് ലങ്കാപുരം പുക്കത് കൊണ്ട് എതിരേറ്റു ദശമുഖൻ വന്ദിച്ചു നിന്നത് കണ്ടു ചതുർമുഖൻ നന്ദിച്ചു രാവണൻ തന്നോടരുൾ ചെയ്തു. വാഴ്ക ജഗത്രേനേകനാഥനായി ശോകമകന്നൊരു വൈര്യം കൂടാതെ പുത്രനാം മേഘനിതാതനുണ്ടാകിയാൽ എത്രയും ഭാഗ്യവാൻ എന്നു വന്നു ഭവാൻ. കല്യനാം നിന്നുടെ പുത്രനോ തുല്യനായില്ല ജഗത്രേത്തെങ്കിലെല്ലാരുമേ. ഇന്ദ്രനെ യുദ്ധേ ജയിച്ചതോ കാരണം ഇന്ദ്രജിത്ത് എന്നു നാമം കൊടുത്തേനഹം. ഇന്ദ്രനെ എന്നോട് കൂടെ അയക്കണമെന്നഭിഷ്ടവരം തരുന്നുണ്ട് ഞാൻ എന്നരുൾ ചെയ്തു വിരിഞ്ചനെ വന്ദിച്ചു ചൊന്ന ദശാനന്ദനാദരാൽ. ഹോമം വഴിയെ കഴിച്ചാൽ എനിക്കുടൽ ഹോമകുണ്ടത്തിങ്ങൾ നിന്ന് ജനിക്കണം. തേരതിലേറിയാൽ വേണം അമരത്വം. ആരാലും എന്നെ ജയിച്ചുകൂടായിക്കയും വേണം അതിനെ ഹോമം മുടിയാതെ. മാനേന യുദ്ധം തുടങ്ങിയിരുന്നേരം വന്നാലും എൻ മരണം പുനരല്ലായിൽ നന്നായ അമരത്വം വന്നുകൂടണം. മുറ്റം തപോബലം കൊണ്ടു വരങ്ങളെ മറ്റു പലരും വരച്ചു താനും പുരാ ഞാൻ മമ ബാഹുബലം കൊണ്ട് വാങ്ങുന്നു. കാമ്യങ്ങളായ വരങ്ങൾ അറിഞ്ഞാലും ഇത്തം വരമരുൾ ചെയ്യിൽ വിരവോട് വൃത്താരി പോയാലും എന്ന് ചൊല്ലിയിടിനാൽ എല്ലാ നിനക്കൊത്തവണ്ണം വരികെന്ന് നല്ല വരമരുൾ ചെയ്തു വിരിഞ്ചനും മേഘനാഥൻ. പുനരിന്ദ്രനെ അന്നേരം പോകന്നയച്ചാൽ പിതാമഹൻ തന്നോടും ദേവകളോടും മഹേന്ദ്രൻ പ്രസാദിച്ചു. ദേവലോകം ചെന്നു പുക്കിരുന്നേടിനാൽ പിന്നെയും ഭാവക്ഷയം പൂണ്ടുവാസവൻ. കിന്നനായി വാഴുന്നത് കണ്ട് ഞാൻ മുഖം ചൊല്ലിനാൽ ഖേദം കളക നീ നിന്നുടെ വല്ലായ്മ കൊണ്ടിത് വന്നു ധരിക്കനേ. മുന്നമഹല്യെ പ്രാപിച്ച ദോഷത്താൽ വന്നിത് അഭിമാനഹാനി നിനക്കെടോ. വൈകാതെ വൈഷ്ണവമായ മഹാമകൻ ചെയ്ക നീ ദുഷ്കൃതമെല്ലാം അകലുവാൻ. രാത്രി നിയോഗേന യാഗവും ചെയ്ത് നീ മോദം കലർന്നു വസിച്ചു മഹേന്ദ്രനും. രാവണനേക്കാൾ പരാക്രമിയായത് രാവണിയെന്ന് ഞാൻ ചൊന്നതിൽ കാരണം ഇങ്ങനെയാകലൊന്നരുൾ ചെയ്തു. മംഗലാത്മാവഗസ്ത്യ മുനീന്ദ്രൻ ഭൂമി പാലേന്ദ്രനും പാദരജങ്ങളും ഭാമിയാകിയ ജാനകി ദേവിയും സുഗ്രീവനാദിയാം വാനര വീരനും രക്ഷോവരണ വിഭീഷണ വീരണം രാത്രിഞ്ചവരന്മാരും മനുഷ്യരും ധാത്രീപതികളും ഭൂമിദേവന്മാരും കുംഭോത്ഭവനരുൾ ചെയ്തു കേട്ടുള്ള സമ്പൂർണ്ണ കൗതുകം പൂണ്ടും മരിവിനാർ. രാഘവൻ തന്നോടനുവാദം കൊണ്ട് വേഗേന താപസന്മാരോട് കൂടവേ ഭാഗവതോത്ത് നാമമഗത്യൻ തെളിഞ്ഞാൻ ആകാശമാർഗേണ പോയി മറഞ്ഞിടിനാൽ. സന്ധ്യാനിയമ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ബന്ധുക്കളോട് സമയം ചെയ്തു ഭോഗീന്ദ്രഭോഗ സമാന തൽപ്പസ്ഥലേ യോഗേശ്വരണം യോഗനിന്ദ്ര കൊണ്ടീടിനാൽ.
കായകമാഗതവന്തികളും ജഗന്നായകനാകിയ രാമനരേന്ദ്ര പള്ളി കുറപ്പ് ഉണർത്തിയിടിനാരം നേരമുള്ളം തെളിഞ്ഞു സന്ധ്യാവന്ദനവും ചെയ്തു മജ്ജന ഹോമജപാർച്ചന പൂർവകം സജ്ജന സംയുതം ഭ്രഷ്ടാചനം ചെയ്തു വസ്ത്രാഭരണാലുലേപനോ മണിത്തുത്തങ്കരത്ത സിംഹാസനമേവിനാൽ സോദരാ മാതൃപുഹാഹിത സാമന്തഭൂതേ ഭാസനാധിപതി വീര മേദിനി പാലവ പ്ലവങ്ക കുലാധിപതാതുദാനാദികൾ ചുറ്റും മരുവിനാർ ദേവകളോട് തുതർമീലന്മാർ ദേവേന്ദ്രനെ പോലെ വിളങ്ങിയിടിനാൽ. ഹരേ രാമ. തൽക്ഷണം സീതാജനകഞ്ജനകനാം സൽഷിതിപാലകൻ തന്നെ വന്ദിച്ചുടൻ ആനന്ദം ഉൾക്കൊണ്ടരുൾ ചെയ്ത നേരമൂനം വരാതെ ചിറകെട്ടി വാരുതോ രാത്രിങ്കുലമൊക്കെ മുടിച്ചതും ഓർത്താൽ ദ്വിതീയ കാരുണ്യവലത്തിനാൽ ഞാനിനി നൽകുന്ന രത്നാദികളെല്ലാം മാനസാനന്ദേന വാങ്ങി രാജം പൊക്കു പുത്തിയെയും പുരരെന്നെയും എപ്പോഴും തിത്തെ മറന്നു പോവാതെ മരുവുക. സ്വർണരത്താംബരഭൂഷണ ജാലങ്ങൾ എണ്ണി മില്ലാത്തോളം ദിവ്യ പദാർത്ഥങ്ങൾ ജാനകി കയ്യിൽ കൊടുപ്പിച്ചു മാനവ ശ്രേഷ്ഠനയച്ചിതു യാത്രയും ആനന്ദ ബാഷ്പവും വാർത്തോവോളം മാനവീരനാശിശാശീർവചനങ്ങളും ഗദ്ഗത വർണ്ണേന ചൊല്ലിപ്പടയുമായി. മാനവീരനാശീർവചനങ്ങളും ഗദ്ഗത വർണ്ണേന ചൊല്ലിപ്പടയുമായി. നിർഗമിച്ചേഴിനാനാശുചനകനും മാതുലൻ കേകെ ഭൂപൻ യുധായുധായുധാജിത്വം മാതിമുഴുത്തു വിയോഗം നിരൂപിച്ചു വാഴുന്ന നേരമനേകം പദാർത്ഥങ്ങൾ ഭൂഷണ പട്ടാമ്രാദികളും കൊടുത്താമോദം ഉൾക്കൊണ്ടു യാത്ര വഴങ്ങിനാൻ. പ്രേമാതിരേകാൽ ഭരതനെയും മുദ്ര ഗാഠമായി ആലിംഗനം ചെയ്തു വന്മടയോടും നടന്നു നിജാലയം മേവിനാർ. പിന്നെ പ്രദഗ്ധനായ കാശീപതി തന്നെയും ഗാഠമായി ആലിംഗനം ചെയ്തു. വാരണാവാജിപാദാതിരഥങ്ങളും ചാരുതരാഭരണാംബരാദ്യങ്ങളും വേണ്ടുവോളം കൊടുത്തളിൽ ആനന്ദവും പോണ്ടുപോയാലും എന്നാശു വഴങ്ങിനാൻ. പിന്നെയും 300 മന്നവന്മാർ തഥാ നിന്നവർക്കും തന്നെ വേണ്ടുവോളം നൽകി സമ്മാനിച്ചാശു പോവാൻ നിയോഗിച്ചളവാ മഹിപാലരും ചെന്നു പുരിപൊക്കാർ. ബന്ധുക്കളായ നാമാരും തുണയാതെ സിന്ധുവിൻ സേതു ബന്ധിച്ചു ലംഘിച്ചുടൻ പങ്ക്തിമുഖാദികളെ കല ചെയ്തതു ചിന്തിച്ചു കണ്ടാൽ നമുക്കിളപ്പം തുലോം ഉണ്ടെന്നു നിർണയമെങ്കിലും നാഥനെ കണ്ടതു കാര്യം നമുക്കെന്നു നിർണയം. ഇത്തം പറഞ്ഞു തങ്ങൾക്കുള്ള പത്തനം ചെന്ന് പുക്കുമഹീപാലരും ദുർലഭമായുള്ള വസ്തുക്കൾ പാർത്താലെല്ലാവർക്കും അങ്ങ് കൊടുത്ത് ചേടിനാൽ വാനര രാക്ഷസ വീരരും ഒരുമിച്ചു കാനന രാജപുരഭവനങ്ങളിൽ. മന്നവൻ തന്നോടൊരുമിച്ചു നന്നായി സുഖിച്ചു കളിച്ചു മരുവിനാർ. 2 മാസം കഴിഞ്ഞു പുനരിങ്ങനെ 2 ദിവസം കഴിഞ്ഞ പോലെ സദാ 2 മാസം കഴിഞ്ഞു പുനരിങ്ങനെ 2 ദിവസം കഴിഞ്ഞ പോലെ തഥാ വാസരം പോയതറിഞ്ഞെല്ലാരുമേ വാസസൗഖ്യം കൊണ്ടു ദർഭഗുണങ്ങളാൽ. വാസരം പോയതറിഞ്ഞതില്ലാരുമേ വാസസൗഖ്യം കൊണ്ടു ഭർത്തൃഗുണങ്ങളാൽ. തൽക്കാലമേകദാ രാമഭദ്രസ്വാമി സൽക്കാലപൂർവമരുൾ ചെയ്തതാദരാൽ മർക്കടാധീശ്വരൻ തന്നോട് മോദേന കിഷ്കിന്ധിയിൽ ചെന്നു വാഴുക സുഖേന നീ. വാനരന്മാരെ ഉപദ്രവിച്ചിടാതെ വാരം പ്രതി പരിപാലിച്ചു കൊള്ളുക നീ. ആയുസ്സുപേക്ഷിച്ചു നമ്മോട് കൂടെ നിന്നായോധനം ചെയ്തവരിവരേരും തമ്മിലെ സൗഖ്യം മറന്നു പോയിടാതെ ധർമ്മപ്രധാനനായി വാഴുക പല കാലം. ആഭരണാംബരാദ്യങ്ങൾ ബഹുവിധമാമോദമേർന്ന് കൊടുത്തയച്ചിടിനാൽ രാത്രിഞ്ചേശനായ വിഭീഷണാർത്ഥി ചൊമ്മാപോമാരരുൾ ചെയ്തേച്ചിടിനാൽ. നമ്മിലുള്ള ഒരു ബന്ധുത്വം ഒരു നാളും തിന്മനതാരിൽ മറവാതിരിക്കണം. ആ കൽപ്പകാലം സുഖിച്ചു നീലങ്കയിൽ ഭാഗവത ഉത്തമനായി വസിച്ചിടുക. ആ കൽപ്പകാലം സുഖിച്ചു നീലങ്കയിൽ ഭാഗവത ഉത്തമനായി വസിച്ചിടുക എന്നരുൾ ചെയ്ത നേരം പവനാത്മജൻ ചെന്നു പാദാംബുജം വന്ദിച്ചു ശാന്തനായി ചൊല്ലിനാ നിന്തിരുമനി പിരിഞ്ഞിനി
കല്ലലായി വാഴുവൻ ശക്തിയില്ലേതുമേ രാമകഥാമൃതം ലോകത്തിനുള്ള നാളാമോദമോടതു കേട്ടുകൊള്ളുവാൻ മമ വേണമായുസ്സും തിൻ മുന്നേ ഒരു ദിനം. പ്രാണവിനാശം വരാതെ ഇരിക്കണം ആശ മറ്റൊന്നിന്നുമില്ലടിയനുള്ളേൽ ആശരവംശവിനാശന ശ്രീപദേ. ഇത്തം പറഞ്ഞു തൊഴുതു നിൽക്കും വായുപുത്രനെ ഗാഢമായാലിംഗനം ചെയ്തു. ഇത്തം പറഞ്ഞു തൊഴുതു നിൽക്കും വായുപുത്രനെ കാടമായാലിംഗനം ചെയ്തു. മന്ദസ്മിതാനിതമേവമരുൾ ചെയ്താൻ ഇന്ദിര വല്ലഭനാകിയ രാഘവൻ. ലോകങ്ങളുള്ള നാളോളമൻ കീർത്തിയും പോകയില്ല എത്ര നാളും വാഴുക നീയടോ. ലോകങ്ങളുള്ള നാളോളമൻ കീർത്തിയും പോകയില്ല എത്ര നാളും വാഴുക നീയടോ. ജന്മമരണ ദുഃഖാവഹം നിർമ്മലം ബ്രഹ്മപദം മമ തന്നേ നിനക്കു ഞാൻ. ജന്മഭരണ ദുഃഖാവഹം നിർമ്മലം ബ്രഹ്മപദം മമ തന്നേ നിനക്കു ഞാൻ. ഇങ്ങനെയുള്ള ഭവാനെ പിരിഞ്ഞു പോയെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നതീശ്വര. അന്യോന്യമേവം പറഞ്ഞു പോയി തന്നെ രാജമകം പൊക്കാർ. പുത്രമിത്താർത്ഥ കളത്രാദികളുമായി തത്ര സുഖിച്ചു വസിച്ചിതെല്ലാവരും. പുഷ്പകമായ വിമാനവും അന്നേരം ഉൽപ്പലനേത്രനെ വന്ദിച്ചു ചൊല്ലിനാൻ. ചെന്നളകാപുരം പൊക്കോ ഞാൻ അന്നേരം എന്നോട് കിന്നരാധീശനും ചൊല്ലിനാൽ. എന്നോട് രാവണൻ കൊണ്ടുപോയാനവൻ തന്നെയും കൊന്നു രഘുകുലനായകൻ. നിന്നെ പരിഗ്രഹിച്ചാനിനിയും ചിരം മന്നവൻ തന്നെ വഹിക്ക നീ സാമ്പ്രതം. സൗഖ്യമെനിക്കതിന്മീതെ മറ്റൊന്നില്ല സാക്ഷാൽ പുരുഷോത്തമനെ വഹിക്ക നീ എന്നു ധനധനൻ പറഞ്ഞോരനന്തര. ഇന്നുട നീങ്ങോട്ട് പോഞ്ഞു ഞാൻ മാനവ എന്നും തിരുവടിയെ പിരിഞ്ഞിടുവാൻ എന്നുള്ളിലും മടിയുണ്ടൊരു രഘുപതേ. ഞാൻ നിരൂപിക്കുന്ന നേരം വരിക നീ മാന്യമായി ചൈത്രതേ വാഴ്ക സന്തതം. ഞാൻ നിരൂപിക്കുന്ന നേരം വരിക നീ മാന്യമായി ചൈത്രതേ വാഴ്ക സന്തതം എന്നരുൾ ചെയ്തേച്ചാൽ വിമാനത്തെയും നന്നായി വിളങ്ങി സമസ്ത ലോകങ്ങളും വന്നു. വസന്ത സമയവും മൈഥിലി തന്നോടുകൂടി രമിച്ചു ഭഗവാനും. ഭോഗീന്ദ്രഭോഗ തൽപസ്തനുഭോഗേന 4 മാസം കഴിഞ്ഞു. തഥാ ജാനകി ദേവിക്കു ഗർഭവും അക്കാലം ആനന്ദവും തൻ പ്രജകൾക്കു വർദ്ധിച്ചു. ശ്രീരാമാശ്രമ വർണ്ണധർമ്മത്തോടും ഈ 7 ലോകങ്ങളും പരിപാലിച്ചു. സോദര അമാത്യ പുരോഹിത സംയുക്തം വേദാന്ത വേദ്യൻ വസിച്ചിത കാലമേ. ഉത്തരകാണ്ഡത്തിൽ 2-ാം അധ്യായം സമാപിച്ചു. വെല്ലവും പാൽക്കുഴമ്പും പഞ്ചസാരയും തേരും വെള്ളിത്താലത്തിലുണ്ടു വെച്ചിരിക്കുന്നു ബാലേ. എല്ലാമേ ഭുജിച്ചു നിൻ മാനസം തെളിഞ്ഞുടൻ നല്ല സൽക്കഥ പറഞ്ഞിടണം കിളിപ്പെണ്ണേ. രാമമാഹാത്മ്യം പറഞ്ഞിടണം എന്നോട് നീ. രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു കാൽക്ഷണം കാലം കളഞ്ഞിടാതെ ഭക്തിയോടെ. മോക്ഷസാധനം രാമചരിതം കേട്ടുകൊള്ളിൻ. രാവണാദികളായ രാക്ഷസരെയും കൊന്നു. ദേവകളാലും അഭിവന്ദ്യനാം രഘുനാഥൻ പുഷ്പക വിമാനവുമേറിച്ചെന്ന അയോധ്യയിൽ അത്ഭുത പരാക്രമ അഭിഷേകവും ചെയ്തു. കുംഭസംഭവൻ അരുൾ ചെയ്തൊരു നിശാചര സംഭവം കേട്ടു തെളിഞ്ഞവരെ ചുടൻ മേദിനി പരിപാലിച്ചനുജന്മാരുമായേ. മേദിനി സുതയോട് കൂടെ ലീലകൾ പൂണ്ടു വനക്രീഡയും ജലക്രീഡയും ചെയ്തു നിത്യം. മന്ദപ്രീതിയും പൂണ്ടു രമ്യഹർമ്മങ്ങളിലും രമിച്ചു വസിച്ചിതു ചില നാളത് കാലം. സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു. അക്കാലം ജാനകിക്കു ഗർഭവുമുണ്ടായി വന്നു. പുഷ്കര നേത്രൻ താനും പ്രീതി പൂണ്ടരുളിനാൽ
പൗരുഷമായ നാമം ധരിച്ചു സീതാദേവി. പൗരന്മാരാനന്ദവും ധരിച്ചാൽ അതു കാലം. അങ്ങനെ മരുവുന്നാളേകഥാ രഘുവര നങ്കനാ ശിരോമണി തന്നോട് ചോദ്യം ചെയ്തു, വല്ലവേ നിനക്കെപ്പോൾ ഗർഭമുണ്ടല്ലോ തവ വല്ലതും അഭിരുചിയുള്ളതോ പറയണം. ഗർഭിണിമാർക്കോ വാഞ്ചിയുള്ളതു നൽകിയിടാ ഞാൻ. അർഭകന്മാർക്ക് ഓരോരോ കുറ്റങ്ങൾ ഉണ്ടായി വരും. ദുർലഭമെന്നാകിലും ഞാനത് നൽകിയിടുവൻ. ചൊല്ലു നീ മനോരഥമെന്നോട് മടിയാതെ എന്നതു കേട്ടു സീതാദേവിയും ചൊല്ലിയിടിനാൾ. മുന്നം നാ വനവാസത്തിന് പോയത് കാലം ഓരോരോ മുനിപത്നിമാരു മായാശ്രമത്തിൻ സൂര്യമായി വസിച്ചതിൽ കൗതുകമുണ്ടു പാരം. മുനിപത്നികളുമായി ഒരു നാൾ വാണിടുവാൻ മനസ്സി കൊതിയുണ്ടു മറ്റൊന്നിലെനിക്കേതും. ഇങ്ങനെ സീതാദേവി ചൊന്നതു കേട്ട നേരം അങ്കനാരത്തത്തോട് രാഘവൻ അരുൾ ചെയ്തു, എങ്കിൽ ഞാൻ സൗമിത്രിയെ തുണയും കൂട്ടി നാളെ പങ്കജനേത്രയെ പോവാനായി നിയോഗിക്കാമല്ലോ എന്നതു കേട്ടു തെളിഞ്ഞിരിക്കുന്നു വൈദേഹിയും. മന്നവനാസ്ഥാന സിംഹാസേനമരുവിനാൽ അന്നേരം വിജയനും മധുദത്തനും കൂടി വന്നിതു കാശവനും പിംഗലൻ സുരാജിയും മാഗധൻ കാലകനും ഭദ്രനും ഇവരെല്ലാം ആഗതന്മാരായിതു സേവിപ്പാൻ നരേന്ദ്രനെ. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീർണാരവരെല്ലാം നന്ദിച്ചു നരേന്ദ്രനും ചോദിച്ചാൻ അവരോട്, നിങ്ങൾ ചൊല്ലണം പരമാർത്ഥ വൃത്താന്തമെല്ലാം. എങ്ങനെ നമ്മെ കൊണ്ടു മനുജന്മാരെ കൊണ്ടും മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടു ഏതൊരു ജാതി പറയുന്നതു മഹാജനം എന്നതു കേട്ടു തൊഴുതുണർച്ചിതു ഭദ്രൻ മന്നവ മഹാജന വാദങ്ങൾ ചൊല്ലിയിടുവൻ. വാരി തന്നിൽ ചിറകെട്ടിലെങ്കിൽ ചെന്നു കോരണം ദശാസനെ രാക്ഷസപ്പടയോടും. നിഗ്രഹിച്ചിരേഴു ലോകവും ധർമ്മത്തോടെ വ്യഗ്രം തീർത്താരി വണ്ണം രക്ഷിക്കുന്നത് പാർത്താൽ പണ്ടുണ്ടായി വന്നിലാരും ഈ വണ്ണം നരേന്ദ്രന്മാരുണ്ടായി വന്നിടയിലിനി മേവിലേവമെന്നെല്ലാം ഓരോ വിധം നിന്തിരുവഴി തന്നെ വർണ്ണിച്ചു പറയുന്നു നാനാലോകരുമെല്ലാം എന്നതു കേട്ടു രാമചന്ദ്രൻ അരുൾ ചെയ്തു, നന്നിത്തം വർണ്ണിക്കുന്നതും മതി. രാജസന്നിധിയിങ്കൽ ദോഷങ്ങൾ മറിച്ച് ഓരോ പൂജനീയങ്ങളായ ഗുണങ്ങൾ വർണ്ണിച്ചിടും. അങ്ങനെ ലോക സ്വഭാവം പുനരെന്നാലതു മംഗലമല്ല സത്യം ചൊല്ലുന്നത്രേ നല്ലൂ. പാർക്കുമ്പോൾ ഗുണദോഷം മിശ്രമായിട്ടേയുള്ളൂ. ആർക്കുമേ ഗുണജാലം ദോഷം കൂടാതെ വര. ചൊല്ലു നീ ദോഷമായിട്ടുള്ളതും ഇനിയെന്നു ചൊല്ലിയ നൃപനോടു ഭദ്രനും മുര ചെയ്താൻ. അച്യുതനോടു സമനായ രാഘവൻ പുനരി ചെയ്ത കർമ്മമെന്തു മറ്റോർക്കറിയാവൂ. ന്യായമില്ലാതെ ദശകണ്ഠനാം നിശാചരൻ മായുമേറ്റമുള്ളോൻ കട്ടുകൊണ്ടങ്ങ് പോയി ലങ്കയിൽ പലകാലം വെച്ചിരിച്ചുന്നവൾ തന്നെ ശങ്ക കൂടാതെ പരിഗ്രഹിച്ചെന്തു രാമൻ. രാജാവ് കൽപ്പിച്ചതു കാര്യമൊന്നൊഴിച്ചു മറ്റാചാരമെന്തു പറയുന്നതു പൗരജനം എന്നെല്ലാം ചിലർ പറയുന്നതു കേൾപ്പാനുണ്ട് മന്നവ. മറ്റൊന്നില്ല ദോഷമായിട്ട് ചൊൽവാൻ. രാഘവനതു കേട്ടു വിജയാദികൾ തമ്മി വേഗേന സമ്മാനിച്ച് യാത്രയും വഴങ്ങിനാൽ സന്തോഷമോടും അവർ പോയതു നേരമുള്ളിൽ ചിന്ത പൂണ്ടുറക്കറവോക്കി രഘുനാഥൻ പ്രത്യുഷസ്സിനെ പുരുത്താനം ചെയ്തു. രാമഭദ്രം നിയമങ്ങൾ കഴിഞ്ഞോരനന്തരം ആദരപൂർവം പ്രീതിഹാരികളോട് ചൊന്നാൻ, സോദരന്മാരെ വരുത്തിയിടുൻ വിരയെപ്പോയി. ദ്വാസ്തന്മാരത് കേട്ടു വേഗേന ചെന്നുദാസ്തിയ ചൊല്ലിയിടിനാരരുൾ ചെയ്തവയെല്ലാം സത്വരം പുറപ്പെട്ടാരവരുമെന്നൊരു ചിത്തചാഞ്ചല്യത്തോടു വന്നടി വണങ്ങിനാർ.
രാഘവൻ ഭ്രാതാക്കളെ ഗാഠമാശ്ലേഷം ചെയ്തു. രാഘഭാരേണ പിടിച്ചിരുത്തി അരുൾ ചെയ്തു, പ്രാണനായതു നിങ്ങൾ എനിക്കു ബാലന്മാരെ, പ്രാണൻ പോയിടും മമ നിങ്ങളെ പിരിയുമ്പോൾ. നിങ്ങൾക്കു വേണ്ടി തന്നെ രാജഭാരത്തെയെല്ലാം ഇങ്ങനെ വഹിക്കുന്നു ഞാൻ എന്നതറിഞ്ഞാലും. മേദിനി തന്നിൽ ദശരഥനു തനയനായി ജാതനായി ധർമ്മപരിപാലനം ചെയ്തു വാണേൻ സൂര്യവംശത്തിനാശു കളങ്കമുണ്ടാകാതെ. ആര്യന്മാരാലും സുഭോജിതനായി ഇത്ര നാളും ഇന്നിപ്പോൾ അപവാദം മുറ്റി വന്നിരിക്കുന്നു എന്നതു നിങ്ങളോട് ചൊല്ലുവാൻ ചൊല്ലിവിട്ടേൻ. ഒരാണ്ടു ലങ്ക തന്നിലിരുന്ന സീത തന്നെ ഓരാതെ കൈകൊണ്ടതു നന്നല്ല രഘുവരൻ. ഇങ്ങനെ മന്ത്രിക്കുന്നു പുരവാസികളെല്ലാം, നിങ്ങളേതും ധരിച്ചില്ലല്ലോ ബാലന്മാരെ. ഞാനിതിനുപായവും കണ്ടിട്ടുള്ള ഇപ്പോളതു മാനസേ ധരിച്ചാലും ചൊല്ലുവനതു കേൾപ്പിൻ. ഗർഭിണികൾക്കത് രുചിയുണ്ടാരോ നിലതും ഇപ്പോഴെന്താ നിലാശ നിങ്ങൾക്കെന്നവളോട് ചോദിച്ചേ നിന്നല്ലേ. ഞാൻ അന്നേരം അവൾ ചൊന്നാൽ ചേസി കൊതി എനിക്കൊന്നിലും ഉണ്ടറിഞ്ഞാലും താപസാശ്രമങ്ങളിലൊരു നാൾ മുന്നേ പോലെ താപസീ ജനത്തോടുകൂടി വഴുവാനിന്നോ. എങ്കിലേ സൗമിത്രിയെ തുണയും കൂട്ടി നാളെ സങ്കടം കൂടാതെ കണ്ടേക്കാമെന്നു ഞാനും പറഞ്ഞതിനി സൗമിത്രേ വൈകിടാതെ പറഞ്ഞവണ്ണം തന്നെ കൊണ്ടുപോകുകയും വേണം. തേർമേലെ കരകേറ്റി സുമന്ത്രോടും കൂടെ വാൽമീകിനി പരാശ്രമോവാന്തത്തിങ്കൽ വൻകാട്ടിൽ കൊണ്ടെക്കളഞ്ഞിങ്ങു നീ പോനേടുക. ശങ്കിക്ക വേണ്ട നീ ഞാൻ ചൊന്നത് കേൾക്കേ വേണ്ടു. ഒന്നിനി മോർത്തിതൊന്നിനോട് ചൊല്ലുവൻ എന്നോട് ശത്രുക്കളാകുന്നതെന്നതു ന്യൂനം ജാനകി താനും ഞാനും സൗമിത്രേ നീയും കൂടി കാണണേ. തപസ് ചെയ്തിരുന്നീട കാലം മാനനെ പിടിപ്പാനായി ഞാൻ പോയ നേരം നീയും ജാനകി വാക്കു കേട്ടു വേറിട്ടൊരവസരം കണ്ടു. രാവണൻ എന്നൊരു വിഷുവേഷത്താൽ കട്ടുപോണ്ടുപോയി ലങ്കാപുരം തന്നിൽ വെച്ചൊരു ശേഷം സുഗ്രീവൻ തന്നെ കണ്ട് സഖ്യം ചെയ്ത് അവനോട് നിഗ്രഹിച്ചതു ബാലിയാകിയ കവീന്ദ്രനെ മാരുതി മൈഥിലിയെ കണ്ടുവന്നൊരു ശേഷം വാരുതി തന്നിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്നു രാവണൻ തന്നെ പടയോട് നിഗ്രഹിച്ചു. നാം രാവണ സഹജനെ വാഴിച്ചു ലങ്ക തന്നിൽ മേദിനി സുതി കൊണ്ടഗ്നിപ്രവേശം ജയിച്ചാതി കൈകൊണ്ടു നിൽക്കും നേരത്തു അഗ്നിദേവൻ ജാനകി തന്നെ കൊണ്ടെന്നുടെ കയ്യിൽ നൽകി മാനിക്കൊരു ദോഷലേശമില്ലെന്ന് ചൊന്നാൻ. ദേവേന്ദ്രാദികളായ ദേവകൾ മുനികളും ദേവദേവേശൻ മഹാദേവനും വിരിഞ്ചനും യോഷമാർമണിയായ ജാനകി ദേവിക്കൊരു ദോഷമില്ലെന്നു ചെന്നതൊക്കെ നീ കേട്ടായല്ലോ. ഞാൻ അതുമൂലം പരിഗ്രഹിച്ചു വിശ്വാസേന ജാനകി തന്നെ. യതു കാരണമായിട്ടിപ്പോൾ ദുഷ്കീർത്തി പരന്നിതു നാട്ടിലെല്ലാമേ മമ. ദുഷ്കീർത്തി കളവാനായി കളയാം നിങ്ങളെയും മാതാക്കന്മാരാകിലും രാജ്യമെന്നാകിലും ഞാൻ നേതുമേ മടിയാതെ കളവൻ പഴി തീർപ്പാൻ. ജാജ്ഞവീ തീരെ മഹാകാരണേ മടിയാതെ ജാനകി തന്നെ കൊണ്ടു കളഞ്ഞു പോന്നീടു നീ. അല്ലലാം ഇത് വിചാരിച്ചു ചെയ്യേണമേറ്റമല്ലാതൊന്നിനും പുനരെന്നൊരുവൻ ചൊല്ലുകിൻ. എന്നുടെ വൈരി അവനാകുന്നതിതു മൂലം കിന്നനാകല്ലോ നിയോഗം മമ കേൾക്കേ വേണ്ടു. ആരൊഴുകിയിടും വണ്ണം കണ്ണുനീരുടനുടൻ മാറാതെ ഒഴുകിപ്പോയി തന്നെ മണിയറ തന്നിൽ പൂക്കടച്ചുടൻ പര്യങ്കമതു തന്മേൽ ചെന്നുടൻ കിടന്നതു മന്നവൻ ശോകത്തോടെ. രാത്രിയും കഴിഞ്ഞത് ലക്ഷ്മണൻ തൊഴുതുടൻ ധാത്രി നന്ദിയോട് മെല്ലെ വെച്ചൊല്ലിയിടിനാൽ കാന്ന ഭൂമി തന്നിൽ താപസികളെ കാൺമാൻ. ജാനകി പോക തേർമേലേറുക വൈകിടാതെ. തേരൊരുമിച്ചു കൊണ്ടുവന്നിതു സുമന്ത്രനും പോരികെന്നത് കേട്ട് ജാനകി സന്തോഷിച്ചാൾ. ഇന്നലെ മമ ഭർത്താ ചൊന്നതിനെയും നീക്കം വന്നില്ലെന്നോർത്ത് കൗതൂഹലവും പൂണ്ടാളേറ്റം. പട്ടുകൾ വസ്ത്രാഭരണങ്ങൾ നല്ലവ മറ്റും ഇഷ്ടം അമ്മാറു മധുരദ്രവ്യമായിട്ടേറ്റം ഭക്ഷണ സാധനങ്ങൾ എന്നിവ പലതരം ശിക്ഷയിൽ സംഭരിച്ചു. സുഗന്ധദ്രവ്യങ്ങളും ചന്ദനാദികൾ മുനിപത്നികൾക്ക് ആനന്ദമായി വന്ദിച്ചാൽ ദാനം ചെയ്യുവാൻ എടുത്തു. വൈദേഹിയും
യാത്രയും അയപ്പിച്ചു തേരതിൽ കരയേറ്റി യാസ്തിയാ സൗമിത്രിയും തേരതിൽ കരേറിനാൻ. മന്ദം മന്ദം തേർ നടത്തിയിടിനാൽ സുമന്ത്രനും സുന്ദരി അതു നേരെ ലക്ഷ്മണനോട് ചൊന്നാൾ, നന്നല്ല ശകുനങ്ങൾ എന്തു കാരണം ചൊല്ലി. എന്നുടെ ഭർത്താവിനും അനുജന്മാരായ നിങ്ങൾക്കും സുഖമല്ലേ നിമിത്തം കണ്ടതിപ്പോൾ മംഗലമല്ല മൂലമെന്തിനെന്ന് ചൊല്ലി. ചൊല്ലുവാനില്ല വിശേഷിച്ചൊരാപത്തു ഭദ്രേ, നല്ലത് വന്നുകൂടുമില്ല സംശയമേതും. ധീരത കൊണ്ടു പരിതാപത്തെ മറച്ചുടൻ താരിൽ മാനി തന്നോടിങ്ങനെ പറഞ്ഞുടൻ. ഗൗതമീ തീരെ ചെന്നാരസ്തമിച്ചേടും നേരെ യാമിനി കഴിഞ്ഞർക്കനുദിച്ചോരനന്തരം തേരതിലേറെ ചെന്നു ഗംഗാതീരവും പുക്കാർ വാരിയിലിറങ്ങി സന്ധ്യ അനുഷ്ഠാനവും ചെയ്താർ. അമിത്രാന്തകനായ സുമിത്രാ തനയനോ അമർത്യ നദിയെയും കടത്തി വേഗത്തോടെ വാവിട്ടു കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി. ദേവി മുര ചെയ്താൾ, എന്തിനു കുമാരാച്വൽ എന്തിനു കരയുന്നു? സന്താപമുണ്ടായതും എന്തെന്നു പരമാർത്ഥം ചൊല്ലു നീ. മടിയാതെ അഗ്രജൻ തന്നെ പിരിഞ്ഞിരുന്നിട്ടല്ലേ വ്യഗ്രിച്ചു കരയുന്നു മുറ്റം ബാലകനാം നീ. രണ്ടു വാസരം വെറുപ്പാനുള്ള ശക്തിയൊട്ടും പണ്ടു നീ പിരിഞ്ഞറിയുന്നതുമില്ലല്ലയോ മില്ലയല്ലോ എന്നെ നീ നിരൂപിക്ക മുന്നം. ഞാൻ രാണ്ടേക്കും എന്നുടെ ഭർത്താവിനെ പിരിഞ്ചുവാണേനല്ലോ. ഇന്നിനി മുനി പത്നിമാരെയും കണ്ടു നാളെ ചെന്നു നിൻ പൂർവജനെ കാണാമെന്നറിഞ്ഞാലും എന്നിവ കേൾക്കുന്തോറും തന്നുള്ളിലടങ്ങാതെ വന്ന ദുഃഖത്താൽ വാവിട്ടു മുറയിട്ടാൻ. തന്നോട് സമൽകുമാരൻ മുനി അരുൾ ചെയ്ത് ഒന്നെന്നേ നിരൂപിച്ചു നിന്നത് സുമന്ത്രരും. പിന്നെയും കരയുന്ന ലക്ഷ്മണൻ തന്നെ നോക്കി തന്നുങ്കി വിഷണ്ണിയായ എന്തെന്നറിയാഞ്ഞു. പിന്നെയും ചോദിച്ചതു സൗമിത്രി തന്നോടപ്പോൾ എന്നീ കഷ്ടമേ നീ എന്തിങ്ങനെ ഖേദിക്കുന്നു? മുന്നം ഞാൻ ഇത്ര ദുഃഖമുണ്ടായിട്ടൊരു നാളും നിന്നെ കണ്ടിട്ടില്ലേറ്റം. ധൈര്യമുണ്ടല്ലോ തവ ദുഃഖത്തിൻ മൂലമെല്ലാം എന്നോട് ചൊല്ലിയിടണം. കൈകൊള്ളുക ധൈര്യം, ഭവാജ്ഞാനിയല്ലല്ലോ ഭവാൻ അജ്ഞാനിയല്ലല്ലോ. ചൊല്ലു ചൊല്ലെന്ന സീതാ നിർബന്ധം കേട്ട നേരം ചൊല്ലിനാർ സൗമിത്രിയും ഗദ്ഗത വർണ്ണങ്ങളാൽ. ചൊല്ലിയാൽ കേൾപ്പാൻ രഘുനാഥന് പലരുണ്ടു കല്യന്മാരായിട്ടവർ പലരും ഇരിക്കവേ എന്നോടായതോ നിയോഗിച്ചതു രാമചന്ദ്രൻ മുന്നം ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ തൻ ഫലത്തിനാൽ. എന്നോളം പാപം ചെയ്തിട്ടാരുമില്ല ഒരിടത്തും. പുണ്യമില്ലാതെ പുരുഷാധവൻ മായനല്ലോ. വഗ്നിയിൽ ചാടീഴണമെന്നു ചൊല്ലിയിലേതും ദണ്ഡമില്ലെനിക്ക് നിൻ പരമിന്നിതു പാർത്താൽ. കാളകൂടത്തെ കൊടുക്കണമെന്ന് അരുൾ ചെയ്യിൽ കാലം വൈകാതെ കൊടിക്ക പതിനെഴുതല്ലോ. ആർക്കും ഓർത്താളരുതാത ദുഷ്കർമ്മം ചെയ്യുവാൻ ആഖ്യാനം ചെയ്താനല്ലോ രാഘവൻ തിരുവടി. പണ്ടു ഞാൻ ചെയ്ത പാപമെന്തെൻ്റെ ഭഗവാനെ കണ്ടിലൻ. പ്രാണത്യാഗം ചെയ്യുവാനുപായങ്ങൾ എങ്ങനെ പറയും? വീഴുകയും കരയുകയും തിങ്ങിന ദുഃഖം പൂണ്ട ലക്ഷ്മണൻ തന്നെ കണ്ടു. വൈദേഹി വിഷ്ണയായതെന്തെന്നറിയാനു ഖേദേന ബാഷ്പം വാത്തു ലക്ഷ്മണനോട് ചൊന്നാൾ. ഭർത്തൃശാസനം മാമ സൗമിത്രേ വൈകിടാതെ സത്യമെന്നോടു പറഞ്ഞിടണം മടിയാതെ. നിന്തിരുവടി തന്നോടെന്തു ഞാൻ പർവ്വതമെന്തുരുകുന്നോ മാനസമയോ പാപം. എന്തോന്നു ചൊല്ലുവത് പാർത്ത് കണ്ടോളമുള്ളിൽ സന്താപം മേൽക്കുമേൽ സന്തതം വളരുന്നു. ചെന്തിയിൽ ചാടുകയോ കാകോളം കുടിക്കയോ എന്തോന്നു ചെയ്യുക നല്ലു ശോകത്തെ അടക്കുവാൻ ഇത്തരം പറഞ്ഞു കേഴുന്ന ലക്ഷ്മണൻ തന്നോൾ. പാപത്തോട് ഭൂമി പുത്രിയുമുര ചെയ്താൾ. വല്ലഭൻ നിയോഗിച്ച കർമ്മം നീ എന്നോടിപ്പോൾ വല്ലതും പറഞ്ഞാലും ഏതുമേ ശങ്കിക്കേണ്ട.
വല്ലായ്മ നിനക്കേതുമുണ്ടാകില്ലെന്നാൽ ചൊല്ലെന്നോട് നീയെല്ലാമേ പരമാർത്ഥം ചൊല്ലുവാൻ തോന്നാ തവ മുമ്പിൽ നിന്നെനിക്കിപ്പോൾ ചൊല്ലാമെങ്കിലും തവ വല്ല നിയോഗത്തെ ചൊല്ലുന്നു. പുരവാസി ജനങ്ങളെല്ലാം തമ്മിൽ വല്ലായ്മയത്രേ സീതാദേവിയെ കൈകൊണ്ടതും രാവണൻ കൊണ്ടുപോലെങ്കിൽ വെച്ചുകൊണ്ട ദേവിയെ പരിഗ്രഹിച്ചിടുവാൻ ന്യായമില്ല എന്നുള്ളൊരപവാദം നിറഞ്ഞു പുരത്തിങ്കൽ. മാനവൻ അതുമൂലമെന്നോട് നിയോഗിച്ചാൽ കാനത്തിങ്കൽ മുനിശ്രേഷ്ഠാശ്രമത്തിൽ ജാനകി തന്നെ കൊണ്ടയാക്കി നീ പോന്നിടുക. ഭർത്താവിനോടും പിന്നെ മറ്റുള്ള ഞങ്ങളോടും ഉൾത്താലേതും കോപം കൂടാതെ വസിച്ചാലും നിന്തിരുവടി ശവിച്ചിടുകിൽ ദഹിച്ചു പോൻ അന്തരമേതുമില്ല ശോകങ്ങൾ 14 ഇത്ര പാതിവ്രത്യത്തിൽ നിഷ്ഠയുള്ള അങ്കനമാരി ത്രിഭുവനത്തിങ്കില്ല. മറ്റാരും ഓർത്താൽ അഗ്നിദേവനും മഹാദേവനും വിരിഞ്ചനും അന്യന്മാരായ ദേവേന്ദ്രാദിയും ദേവന്മാരും ധന്യന്മാരായ മുനീന്ദ്രന്മാരും പറഞ്ഞ വാക്കൊന്നൊഴിയാതെ ഞാനും കേട്ടിരിക്കുന്നു ഭദ്രേ. താപവും കളഞ്ഞി താപസാശ്രമത്തിങ്കൽ താപസീജനത്തോടുകൂടി വാഴുക നാദേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കായേന വാചാ മനസേന്ദ്രിയ ബുദ്ധ്യാത്മവാ പ്രകൃതോ സ്വഭാവാത് കരോതി യസ്യ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ശരണം.